ശരിയല്ല. എടാ നിന്നെ കൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ അവസ്ഥ കാണുള്ളടാ. ഇന്നലെ കൈ വെള്ളയിലെത്തിയിട്ട് വഴുതി പോയി. നാഷണൽ ഡിസാസ്റ്റർ ഓഫ് ദി ഇയർ. ഇതുണ്ടോ? എടാ ഇതാ പെൺകൊച്ചിൻ്റെ ഫോണല്ലേ? അതെ. ഡേ നീ ഇത് അടിച്ചു മാറ്റിയ പോടാ. ഇതാ കൊച്ചി ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാ. അതായത് മെനു കാർഡിൻ്റെ അടിയിൽ നിന്ന് കിട്ടി. അല്ല നീ ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ? ചേച്ചി ഏൽപ്പിക്കും. അതെന്തിന്? നീ ഇത് എനിക്കാണ്, ഞാൻ കൊടുത്തോളാം. നിനക്കെന്താ പറഞ്ഞത്? എടാ ഇത് ഇവിടെ നിന്ന് മിസ്സായ ഫോണല്ലേ, അപ്പോൾ ചേച്ചി ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഷോപ്പിനാണ് എൻ്റെ മോശം. അയ്യോ അങ്ങനെ ഒരു മോശമില്ല. എടാ ഫോൺ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഈ നമ്പറിലേക്ക് വിളിക്കില്ലേ? അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് പറയും ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന്, നേരിട്ട് വന്നാൽ തരാമെന്ന്. നീ ആരാണെന്ന് പറയും? ഞാൻ ഷോപ്പ് ഓണർ എൻ്റെ ചേച്ചിയാണെന്ന് പറയും. അതിലൊന്നും വലിയ ആനക്കാരിയില്ല, ഡീൽ ചെയ്യാന്ന്. കുഴപ്പമില്ല. ആ പഴയ ഐഡിയ ആണെങ്കിലും ഇതിവിടെ വർക്കൗട്ട് ആവും. കുട്ടി വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോളാം. നീയാ? എടാ ഇത് എൻ്റെ ഐഡിയ ആണ്, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോളാം. സാമേ പെൺകുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു ആംബിയർ ഒന്നും എനിക്ക് ആയിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. പക്ഷെ ഉണ്ടാക്കണമല്ലോ. നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കാതെടാ. നല്ല വേണ്ട, ഞാൻ സംസാരിച്ചോളാം. സാമേ ആംബിയറിന് മാത്രമല്ല ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ചളിയൊക്കെ പറഞ്ഞ് വിഷയൊക്കെ മാറ്റി സമാധാനം പോലെ വേണം പറയാൻ. അല്ലാണ്ട് എടുത്ത് ചാടി പറയരുത്, മനസ്സിലായോ? നീ പഠിക്കട്ടെ. അല്ല ഞാൻ പോയിട്ട് വരാം, എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് അവിടെ വരുന്നുണ്ട് കേട്ടോ. മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. ഞാൻ അവിടെ ഉണ്ട് കേട്ടാ, പേടിക്കണ്ട. അവളെങ്ങോട്ടാ പോയെ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഫ്ലവേഴ്സ്. താങ്ക് യു. എന്താ മുഖത്തൊരു ചെറിയ കള്ളത്തരം? കള്ളത്തരോ? ഞാൻ വിചാരിച്ചു അവി എന്താ എന്നോട് പറയാൻ വന്നതാന്ന്. ആ അത് പിന്നെ ദേ ഇത് കണ്ട, ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചതാ ചോക്ലേറ്റ്സ്. താങ്ക് യു. വെയിറ്റ്, ഐ ഹാവ് സർപ്രൈസ് ഫോർ യു. ആ ഇന്നെല്ലാരും സർപ്രൈസ് ആണല്ലോ. എന്താ? അല്ല എന്താ സർപ്രൈസ്? കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കണോ? എന്തിനാ? അടയ്ക്ക്. ഓക്കേ. ഇനി തുറന്നോ. ഓ മൈ, ഇഷ്ടായോ? ലവ്ഡ് ഇറ്റ്. ഇനി അവിടെ സർപ്രൈസ് കാണിക്കും. എന്ത് സർപ്രൈസ്? അപ്പൊ ഇതായിട്ട് ചെയ്ത ടാറ്റു കാണിക്ക്. ടാറ്റു കാണിക്കണോ? ഞാൻ കണ്ണടയ്ക്കണോ? ഞാൻ കണ്ണടയ്ക്കാം. കണ്ണടയ്ക്കണമെന്നില്ല, നടച്ചോ. അതെ സ്പെല്ലിംഗ് ഒരു ഇച്ചിരി മാറിയിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? എന്നാ പിന്നെ തുറന്നോട്ടോ. ഇതെന്താ? ഫാദർ, അച്ഛന്റെ പേരാ. അപ്പൊ ഞാനല്ലേ ആ ഒരാള്? ഏതൊരാള്? ഒന്നുമില്ല. മീനു ബേബി, ആർ യു ഓക്കെ? ഞാൻ ഓക്കെ. ഓ ഐ ആം പെർഫെക്റ്റ്. അപ്പൊ കുഴപ്പമില്ല. മീനു ഇറ്റ്സ് ഓക്കെ. കൈ നോയി. ഫോൺ പെട്ടിക്കകത്ത് വെച്ച് കാവലിരിക്കുകയാണ് പട്ടി. എന്താടാ ചിപ്സ് തീർന്നു? ഞാൻ നീ ആ പെൺകൊച്ചു വിളിക്കുമ്പോൾ എന്ത് പറയുന്നു ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. സാമോനെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ നന്നായിട്ട് ആലോചിച്ചിട്ട് അതിനുത്തരം പറയണം. എന്തായാലും അതായത് ഞാൻ എൻ്റെ ഫുൾ പാക്കറ്റ് ചിപ്സ് നിനക്ക് തരാം. വരട്ടെ, നീ ആ ഫോണൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണം. നീ ചിപ്സ് എടുത്തോ, എനിക്ക് വേണ്ട. എടാ ഇതാണ് ഞാൻ പറഞ്ഞത്, നീ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയണം. എടാ ഒരു ഫുൾ പാക്കറ്റ് ചിപ്സാണ് ഞാൻ തരുന്നത്. ആലോചിക്കട്ടെ. ഫോൺ വരുന്നതിന് മുമ്പ് ആലോചിക്കണേ. നല്ല വേണ്ട, ശരിയാവൂല. ഇവൻ എന്താണ് ഒരു മതിക്ക്? എന്താ സാങ്കുട്ടാ, എടാ നീ ആ ഫോൺ കിട്ടിട്ട് എന്ത് ചെയ്യാനാടാ? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എടാ നീ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ ചെയ്യലടാ. 1/2 കിലോ ചിപ്സാടാ ഞാൻ തരാന്ന് പറയുന്നത്. നല്ല ഓഫറല്ലേ, സമ്മതിക്ക്. അതാ ഫോൺ വിളിക്കണം. എടാ ഒന്ന് തീരുമാനിക്കണം, ഞാനൊന്ന് എടുക്കാം. എടാ പെട്ടെന്ന് കട്ടാവും. ഓക്കെ ഡീൽ. താങ്ക്സ് സാങ്കുട്ടനെ. ദൈവം ചിപ്സ് കബോർഡിൽ എടുത്തോ. എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ സേഫാണ്, ടെൻഷൻ ആവണ്ട. ആ അതിന് ഞാൻ അപ്പോഴേ അതെടുത്ത് വെച്ചിരുന്നു. വൈകിട്ട് കാണാം. പിന്നെന്താ? അളിയ സാമൻ, അവള് വൈകിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഒരുപാട് ലേറ്റായിട്ട് വരും. ചിലപ്പോൾ ഡിന്നർ ഒരുമിച്ചായിരിക്കും.
പിന്നെ നൈറ്റ് ലോങ് ഡ്രൈവ്സ്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ? എന്താ എൻ്റെ ഒരു കാര്യം?